വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഡിസംബർ 31 സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരു വർഷത്തെ അവസാന ദിനം എന്ന നിലയിൽ ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് ഇന്ന്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നുപോയി. എന്നാൽ സകലരാലും കൈവിടപ്പെട്ട് പ്രത്യാശ മുഴുവൻ ഇല്ലാതായ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ലേ? സ്നേഹിതരിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ നമ്മെ തകർത്തിട്ടില്ലേ? രോഗത്താൽ ആകുലമായ മനസ്സോടുകൂടി ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം നമ്മിലുണ്ടായിട്ടില്ലേ? എന്നാൽ ഇവിടെയെല്ലാം കൂടെ നടന്ന് നമ്മെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി പ്രത്യാശയിൽ നിറച്ച് ഈ ഒരു വർഷം മുഴുവൻ അത്ഭുതകരമായി നടത്തിയവനാ നമ്മളുടെ ദൈവം. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ദിവസമായിരിക്കട്ടെ ഈ ദിനം. പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. കൊലോസ്യ ലേഖനം 3:15. കൊടുക്കുന്നവനും ലഭിക്കുന്നവനും ഒരുപോലെ സന്തോഷം പകരുന്ന അനുഭവമാണ് നന്ദി. അതുകൊണ്ട് നമുക്ക് പാടാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദി അർപ്പണവുമായി ബന്ധമുള്ള 2 ചിന്തകൾ തിരുവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കട്ടെ. 1, എപ്പോഴും കൂടെ നടന്ന് ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് വിടുവിച്ച് മുൻപോട്ട് നയിക്കുന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കണം. ഇസ്രായേൽ ജനത്തിന് ലഭിച്ച വിജയത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ശമൂവേൽ ഒരു കല്ല് നാട്ടിയതിനെക്കുറിച്ച് 1 ശമൂവേൽ 7:12 വായിക്കുന്നുണ്ട്. ഫെലിസ്ത്യനാൽ തോൽപ്പിക്കപ്പെട്ട ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചു. അനുദപിച്ച ജനത്തിനു വേണ്ടി ദൈവം യുദ്ധം ചെയ്തു. 1 ശമൂവേൽ 7:10. ഇസ്രായേൽ ജയിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിനെ ഓർത്ത് ഒരു കല്ല് നാട്ടി അതിന് ഏബൻ ഏസർ എന്ന് പേര് വിളിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ ദൈവം തന്നെയല്ലേ 2025 ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടെ നടന്ന് വിജയകരമായി നമ്മെ നടത്തിയത്? ഈ ദിവസം വരെ ആരോഗ്യത്തോടെ നടന്നത് നമ്മളുടെ സാമർഥ്യം കൊണ്ടാണോ? അല്ല, ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിച്ച് ഒരു ദോഷവും തട്ടാതെ നമ്മെ സൂക്ഷിച്ച് നമ്മുടെ പ്രാണനെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്കും പറയാം, ഏബൻ ഏസർ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. 2, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നന്ദി പറയണം. പൗലോസ് കൊലോസ്യ ലേഖനം 3:17 പറയുന്നത്, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിക്കണമെന്ന്. നന്ദി അർപ്പണം കേവലം 2 അക്ഷരങ്ങളിൽ ഒതുക്കുവാൻ കഴിയുന്നതല്ല. പോൾ റീഡ് നന്ദി അർപ്പണത്തെക്കുറിച്ച് പറയുന്നത് ദ ഹോളി തെറാപ്പി ഓഫ് താങ്ക്സ് ഗിവിങ്, സ്തുതി സ്തോത്രമാകുന്ന വിശുദ്ധ ചികിത്സ എന്ന. അതായത് ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖം മാറും, വേദന നമ്മെ അലട്ടുകയില്ല, ഒന്നിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടില്ല. ദൈവം നമ്മുടെ ജീവിതത്തെ ആ സമയങ്ങളിൽ എല്ലാം പ്രകാശമാനമാക്കിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. യു ലൈറ്റ് അപ്പ് മൈ ലൈഫ് എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് പ്രശസ്തി നേടിയ വനിതയാണ് ഡെബി ബൂൺ. തനിക്കുണ്ടായ വിജയത്തെക്കുറിച്ച് ബൂൺ സാക്ഷിച്ചത്, ദൈവം എൻ്റെ ജീവിതത്തെ പ്രകാശമാനം ആക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുമാണ് ഈ ഗാനം പാടിയത് എന്ന്. കടന്നു പോകുന്ന വർഷം ദൈവം നമുക്ക് വളരെയധികം നന്മകൾ നൽകി. അവനിൽ നാം വളരെയധികം കൃപയാ പ്രാപിച്ചത്. ദൈവത്തിന് പ്രസാദകരമായ നന്ദി അർപ്പണത്തിന് നാം യോഗ്യരല്ല എങ്കിലും ദൈവം കൃപാലുവായതിനാൽ
അവൻ്റെ കൃപാകടാക്ഷത്തിൽ ആശ്രയിച്ച് ഈ ദിനം ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങളാകുന്ന നന്ദി അർപ്പിക്കാം. 2026 ഏതോ അജ്ഞാതമായ പാതയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ആ പാതയിൽ കല്ലും മുള്ളുമുണ്ട്, അന്ധകാരവും വെളിച്ചവുമുണ്ട്, സുഖവും ദുഃഖവുമുണ്ട്, സമൃദ്ധിയും ദാരിദ്ര്യവുമുണ്ട്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നോർത്ത് നെടുവീർപ്പിടാതെ എൻ്റെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന നിശ്ചയത്തോടും ദൈവൻ്റെ ജീവിതത്തെ പ്രകാശമാനമാക്കും എന്ന വിശ്വാസത്തോടും എല്ലാറ്റിനും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. കർത്താവേ, ഇതുവരെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി. മേലിലും പരിപാലിച്ച് നടത്തുവാൻ ശക്തനായ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ നിനക്ക് സ്തോത്രമർപ്പിക്കുന്നു. ആമേൻ. Thank you.